ഈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സാമ്പാർ വയ്ക്കാനാണ് പോണത്. ഇന്നാൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയില്ല, അപ്പോൾ ഇന്നൊരു സാമ്പാർ വയ്ക്കാനാണ് പോണത്. അപ്പോൾ പരിപ്പ് അടുപ്പത്തിടാം. നമുക്ക് പരിപ്പ് അടുപ്പത്തിടാം. 3 പച്ചമുളക് ഇടണം. സബോള അരിഞ്ഞത് ഇടണം. തുണ്ടൻ കായ ഇടണം. അടച്ചു വേവട്ടെ. നമ്മുടെ പരിപ്പ് വെന്തോ അത് മാറ്റിയിട്ട് കഷ്ണം വേവിക്കാം. തന്നെ കഷ്ണം വേവിക്കാം. ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, തക്കാളി, വെണ്ടക്കായ ഉണ്ട്. അത് ഇതിൽ വാട്ടിയിട്ട് വേണം ഇടാം. അപ്പോൾ അത് വേവട്ടെ. മറ്റേ വാട്ടിയിടുന്നതല്ല. പാകത്തിന് ഉപ്പിടണം. രണ്ട് വേപ്പിൻ്റെ ഇല ഇടണം. അത് വേവട്ടെ. വെന്തു. വേവിച്ച പരിപ്പിടാം. നമ്മളുണ്ടാക്കിയ സാമ്പാർ പൊടി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിക്കാം. പുളിവെള്ളം ഒഴിക്കാം. വെണ്ടക്കായ വാട്ടാൻ വെച്ചതാ, നമുക്ക് അരിക്കിടാം. വാട്ടിയിട്ട ഉടയില്ല. തിളക്കട്ടെ. തിളക്കണ നേരം കൊണ്ട് പപ്പടം വറുക്കാം. അപ്പോൾ അതിൽ തന്നെ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടാ. എണ്ണ കാഞ്ഞ് പപ്പടം വറുക്കാം. ഈ എണ്ണയിൽ തന്നെ കടുക് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പപ്പടം വറുത്ത് കഴിഞ്ഞു. കടുക് കാച്ച സാമ്പാർ. മണി ഉലുവ, വറ്റൽമുളക്, വേപ്പില. നമ്മുടെ സാമ്പാർ റെഡി. 2 മല്ലിയില ഇടുന്നത് ഈ ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയാം. അതുകൂടി ഉള്ളത് കൊണ്ട് അത് ഇടുന്നു. ഇന്നത്തെ കറികൾ സാമ്പാർ വെച്ചു. രാവിലത്തെ കൊള്ളിപ്പേരി, പിന്നെ ചാളക്കറി വെച്ചിട്ടുണ്ട്, പപ്പടം വറുത്തു. അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളു. ഇന്നത്തെ കറികളൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ. ബായ്.